തിരുനാളുകൾ. ഓക്കെ, അപ്പൊ ഈ പരിപാടി നമ്മുടെ ഇടവകയിലല്ല, ബൈബിളിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് തിരുനാൾ ആഘോഷിക്കണം എന്ന് പറയുന്നത് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞതാണ്. തിരുനാൾ ആഘോഷം. വചനം ഒന്ന് വായിച്ചേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിന്റെ തിരുനാളുകൾ ഇവയാണ്. അതായത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ അവര് ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിൽ അവർ ചെന്നാലും ആഘോഷിക്കേണ്ട 7 തിരുനാളുകളെ കുറിച്ച് കൃത്യമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കേണ്ട തിരുനാളുകൊണ്ട്, മാസത്തിൽ ഒരിക്കൽ ആഘോഷിക്കേണ്ട തിരുനാളുകൊണ്ട്, ആഴ്ചയിൽ ആഘോഷിക്കേണ്ട തിരുനാൾ. ആഴ്ചയിൽ ആഘോഷിക്കുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും സാബത്ത്, അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ചത്തെ നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ തിരുനാൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരിയേശ്വര മെത്രാനോ സഭയോ കണ്ടുപിടിച്ചതല്ല, വചനത്തിന്റെ അടിസ്ഥാനം. ഇനി ഈ ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ തിരുനാൾ നടത്തുന്നത്, ഇതൊക്കെ ബൈബിളിൽ വല്ല ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും എടുത്ത് കാണിച്ചു കൊടുക്കും. ആ രണ്ടൊന്നും കൂടെ വായിച്ച് ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന, അതായത് അങ്ങനത്തെ തിരുനാളിന് വചനം കൊടുക്കുന്ന മറ്റൊരു പേരാണ് വിശുദ്ധ സമ്മേളനം. ആള് കൂടുന്ന ചന്തപ്പുരയല്ല തിരുനാൾ, മറിച്ച് വിശുദ്ധ സമ്മേളനങ്ങളായിട്ട് മാറും. വിശുദ്ധമായിരിക്കണം. ആ തിരുനാള് വന്നു നിൽക്കുന്നതിന്റെ ആദ്യ അവസാനം വിശുദ്ധമായ ദിവസങ്ങളായിട്ട് തിരുനാൾ, വിശുദ്ധമായ സമ്മേളനങ്ങളായിരിക്കണം എന്നുള്ളത് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ തിരുനാള്, പണ്ടൊക്കെ പെരുന്നാൾ എന്നൊരു പരിപാടിയുണ്ട്, ദൈവം സഹായിച്ച് ഇതിപ്പോ മാഞ്ഞു ഇപ്പൊ തിരുനാളിലേക്ക് നമ്മൾ ചുരുങ്ങിയിട്ടുണ്ട്. തിരുനാളമാക്കാൻ അർത്ഥമാക്കണേ വിശുദ്ധമായ ദിവസങ്ങൾ, വിശുദ്ധമായ ദിവസങ്ങൾ, വിശുദ്ധമായ സമ്മേളനങ്ങൾ നടക്കേണ്ട സമയമാണ് തിരുനാളുകൾ. ഇത് രണ്ട് പ്രധാനപ്പെട്ടത്. വിശുദ്ധമായ ദിവസങ്ങളായിരിക്കണം. നിങ്ങളുടെ ഒരു വർഷം കലണ്ടറിൽ 365 ദിവസം, 366 ദിവസമുണ്ട്. ആ 366 ദിവസത്തിൽ നമുക്ക് എത്ര ദിവസം തിരുനാളുണ്ട്? എത്ര ദിവസം തിരുനാളുണ്ട്? നോട്ടീസ് കാണാനില്ലല്ലോ. എത്രയാണ്? 7 ദിവസമാണ്. 30 തൊട്ട് 7-ാം തീയതി വരെ. 7-8 നിങ്ങൾ കണക്കിൽ വീക്കാണ് കേട്ടോ. 8 ദിവസം, 8 ദിവസം നിങ്ങൾ തിരുനാൾ ആഘോഷിക്കുക. ഈ 365 ദിവസത്തിൽ 8 കുറച്ച് എത്ര ദിവസമുണ്ട്? പെട്ടെന്ന് 65 8 പോയാൽ 57 അല്ലേ? +2 2 തവണ തോറ്റ ഞാൻ തന്നെ ഭേദം നിങ്ങളെ കണക്കിന് തോറ്റത്. 357. അതായത് ഈ 357 ദിവസം നിങ്ങൾ ജീവിക്കുന്നത് പോലെയാണ് ഈ 8 ദിവസം നിങ്ങൾ ഈ തിരുനാളിന്റെ സമയത്തും നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നോ യൂസ് അറ്റ് ഓൾ, ഒരു ഗുണമില്ല. അപ്പൊ തിരുനാളുകൾ വിശുദ്ധമായ സമ്മേളനങ്ങളും വിശുദ്ധമായ ദിവസങ്ങളും ആകണമെങ്കിൽ ഈ 357 ദിവസം നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ പള്ളിയിൽ വരുന്നതിന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം സംഭവിക്കുമ്പോഴാണ് ഇത് തിരുനാളായിട്ട് മാറുക. ഈ നമ്മുടെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങളായിട്ട് മാറുക. പറയാമോ? ഹല്ലേലൂയ.